ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് വീണ്ടും ഞാനൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്തിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് പേർ എൻ്റെ അടുത്ത് ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ സോക്കൊന്നും ചെയ്യാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പ്ലം കേക്ക് റെസിപ്പിയാണ്. ഈ വീഡിയോയിൽ ഞാൻ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഈ കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബട്ടറും ഈ കേക്കിലേക്ക് ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കേക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ആണ് ഞാൻ ഈ കേക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 3/4 കപ്പ് ഉണക്കമുന്തിരിയാണ്. അതായത് കറുത്ത കളറിലും ഗോൾഡൻ കളറിലും ഉള്ള ഉണക്കമുന്തിരി രണ്ടും കൂടെ 3/4 കപ്പുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1/4 കപ്പോളം ഏപ്രിക്കോട്ട്, 1/4 കപ്പോളം ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പോളം കശുവണ്ടി അതും ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് മസാലപ്പൊടികളാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയിലേക്ക് 1 ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പൂ, 1 ചെറിയ കഷ്ണം ജാതിക്ക ഇത്രയും ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള കാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ് ഞാൻ കാരമൽ സിറപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചൂടായി കിടക്കുന്ന പാത്രത്തിലേക്ക് ഈ 1/2 കപ്പ് പഞ്ചസാര ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ പഞ്ചസാരയൊക്കെ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് കളർ മാറി തുടങ്ങും. അതുവരെ ഇത് അനക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതുപോലെ സൈഡിൽ നിന്ന് ഉരുകി കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ഒന്ന് അലിയിച്ചെടുക്കണം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. കാരണം ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ കളർ മാറി വരും. നമുക്കൊരു ഡാർക്ക് ബ്രൗൺ കളറാണ് വേണ്ടത്, ഈ ഒരു കളറ്. ഇതിലേക്ക് നമുക്കിനി 1 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ ഒരുമിച്ച് ആ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറച്ചായിട്ടേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. കാരണം കാരമൽ സിറപ്പ് നല്ല ചൂടായിട്ടായിരിക്കും കിടക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് നമ്മുടെ ദേഹത്തേക്കൊക്കെ ആയി പൊള്ളും. അതുപോലെ കുറച്ചൊന്ന് മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കാൻ ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാൻ പലതവണയായിട്ട് ആ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ കാരമൽ സിറപ്പൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് മസാല 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ മസാലയുടെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കൊള്ളും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതായത് ഈ കാരമൽ സിറപ്പ് ഒരു പകുതി ആവുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ഈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ടൊന്ന് വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കിനകത്ത് ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുകയൊന്നുമില്ല, അതിന് പകരമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാരമൽ സിറപ്പ് ഒരു പകുതി ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ കാരമൽ സിറപ്പ് ഒരുപാടങ്ങ് തിക്കായി പോകരുത് കേട്ടോ. തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കേക്കിലേക്ക് ഒഴിക്കാൻ പറ്റാത്ത പരുവമായി പോകും. അതുകൊണ്ട് കാരമൽ സിറപ്പ് നമ്മൾ എടുത്തതിൻ്റെ ഒരു പകുതി ക്വാണ്ടിറ്റി ആവുക, അതാണ് അതിൻ്റെ കണക്ക്. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്രൂട്ട്സ് കാരമൽ സിറപ്പിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ചൂടോടെ തന്നെ ചെയ്യുക. ഒരു അരിപ്പയിൽ കൂടെ ഇതൊന്ന് അരിച്ചെടുത്താൽ മതി. ചൂടോടെ തന്നെ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നാൽ തണുത്ത് കഴിഞ്ഞാൽ കാരമൽ സിറപ്പ് കുറച്ച് തിക്കായിട്ട് വരും. അപ്പോൾ പിന്നെ അത് അരിച്ച് മാറ്റാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ ഇത് അരിച്ചെടുക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കാരമൽ സിറപ്പ് മുഴുവൻ താഴത്തെ പാത്രത്തിലേക്ക് വീണോളും. എന്നിട്ട് ഈ ഫ്രൂട്ട്സ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ ആ ഫ്രൂട്ട്സൊക്കെ കാരമൽ സിറപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ട് തണുക്കണം. തണുത്ത് റൂം ടെമ്പറേച്ചറിൽ ആയിട്ട് വേണം നമ്മളിത് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് മൈദയിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ
ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടൊക്കെ കേക്ക് തയ്യാറാക്കുന്നവരാണെങ്കിൽ ഈ കൂട്ട് ഒരു പ്രാവശ്യം അരിപ്പയിലൂടെ അരിച്ചെടുത്താൽ നല്ലതായിരിക്കും. അപ്പം ഒട്ടും തന്നെ കട്ട കെട്ടാതെയും അതുപോലെ തന്നെ ഇതെല്ലാം ഒരേപോലെ ഒന്ന് മിക്സായി കിട്ടാനും ഒക്കെ അത് സഹായിക്കും. ഇനി നമുക്ക് വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ മിക്സിയുടെ മീഡിയം ജാറിലാണ് ഞാൻ ഇതെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുന്നത്. ഈ ഒരു ബ്ലേഡുള്ള ജാറാണ്. അതിലേക്ക് നമുക്ക് ആദ്യം 3/4 കപ്പോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിൽ ഒരു 30 സെക്കൻഡോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും ഈ എണ്ണയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് 3 മുട്ട കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആ മഞ്ഞ പൊട്ടിപ്പോയതുകൊണ്ടാണ് കേട്ടോ അത് 4ആയിട്ട് തോന്നുന്നത്. 3 മുട്ട തന്നെയാണ്. അത് 3 നമുക്ക് ഒരുമിച്ച് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ മണമൊക്കെ ഒന്ന് പോയി നല്ലൊരു മണം വരാനായിട്ട് ഈ വാനില എസൻസ് ചേർക്കുന്നത് സഹായിക്കും. ഇനി വീണ്ടും ഇത് 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ ലോ സ്പീഡിൽ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പം ഞാനത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. തണുത്ത് കഴിഞ്ഞപ്പോൾ കാരമൽ സിറപ്പ് 1/4 കപ്പാണ് ഉണ്ടായിരുന്നത്. ഞാൻ അളവ് പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതലായി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നീണ്ടു പോയി കഴിഞ്ഞാൽ കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ടാണ് കൃത്യം അളവ് പറയുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസും 1 ടീസ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതുമാണ്. അപ്പം ഓറഞ്ച് ജ്യൂസ് ഞാൻ ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസാണ് ചേർത്തിരിക്കുന്നത്. അത് കിട്ടാനില്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഓറഞ്ച് ജ്യൂസിന് പകരമായിട്ട് നമുക്ക് ആൽക്കഹോളോ വൈനോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ആൽക്കഹോളോ വൈനോ ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1/4 കപ്പൊന്നും ചേർത്ത് കൊടുക്കരുത്. 1-2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇപ്പം അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മൈദയുടെ കൂട്ടുണ്ടല്ലോ, അതായത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന മൈദ, അത് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. ആ മൈദയുടെ കൂട്ട് ഞാൻ പല പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ആണ്. അപ്പോൾ നമ്മളത് കാരമൽ സിറപ്പിലൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ തണുക്കാനായിട്ട്, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാറ്ററിൻ്റെ അടിയിലേക്ക് പോയി ഈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് എല്ലാം താഴും. എന്നിട്ട് ആ കേക്ക് ബേക്കായി വരുമ്പം കേക്കിൻ്റെ അടിഭാഗത്ത് മാത്രമേ ഈ ഫ്രൂട്ട്സ് ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് കേക്കിൻ്റെ എല്ലായിടത്തും ഒരുപോലെ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൈദ വെച്ചിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ മൈദ മതിയാവും. ഇനി നമുക്ക് ഇതും കൂടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഞാൻ 2 തവണയായിട്ടാണ് മാവിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇതിലും ലൂസായി പോകരുത് കേട്ടോ. ഇപ്പോൾ കേക്ക് ടിന്നും ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഭാഗത്തും ബട്ടറൊക്കെ തൂത്തിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി കേക്ക് ബാറ്റർ നമുക്ക് ഈ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ വെച്ച് ഒന്ന് അലങ്കരിച്ചെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്.
ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ കൺവെക്ഷൻ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ബേക്കിംഗ് ടിൻ വെച്ച് കൊടുത്ത് 1 മണിക്കൂർ വരെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് ഈ എടുത്തിരിക്കുന്നത്. ഇനി 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഓവൻ ഇല്ലാതെയാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്ന രീതി പറയാം. ഇതുപോലെ വലിയൊരു പാത്രം എടുക്കുക, അലുമിനിയോ നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ പ്രഷർ കുക്കറോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പഴയ പാത്രം എടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് ഒരു തിരികെയോ അല്ലെങ്കിൽ നമ്മുടെ മൈക്രോവേവിൻ്റെ ഇതുപോലത്തെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതോ വെച്ച് കൊടുക്കുക. ഒന്നും അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഏതെങ്കിലും ഒരു പാത്രം ഒന്ന് കമത്തി വെച്ച് കൊടുത്താലും മതി. അതിനുശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഈ പാത്രം നന്നായിട്ട് 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് 1.25 മണിക്കൂർ വരെ ബേക്ക് ചെയ്തെടുക്കണം. 1 മണിക്കൂർ മുതൽ 1.25 മണിക്കൂർ വരെ എടുക്കും. ലോ ഫ്ലെയിമിൽ വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 1.25 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. കണ്ടിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്ക്യൂർ ഇൻസേർട്ട് ചെയ്യുമ്പം അതും ക്ലീൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഉൾഭാഗവും വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ കേക്കൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സൈഡൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോഴും നല്ല ചൂടുണ്ട്. തൊട്ട് നോക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേക്ക് ഇരിക്കുന്നത്. തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കേക്കൊക്കെ ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, മുകൾ ഭാഗത്തൊക്കെ കുറച്ചുകൂടി ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം. കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ഫ്രൂട്ട്സ് ഒക്കെ എല്ലായിടത്തും ഒരുപോലെ ആയിട്ടുമുണ്ട്. അടിഭാഗത്തൊക്കെ ആണെങ്കിലും കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. സോക്കിങ്ങിൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ആ ഒരു ഫ്ലേവറും കേക്കിന് വരുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാം. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.